ഹലോ മക്കളെ, ഓൾട്ടർനേറ്റീവ് കറണ്ട് പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത സർക്യൂട്ടിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിനെ പറ്റി വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്തായിരുന്നു. അതിൻ്റെ 6 കോൺസെപ്റ്റുകൾ, ഈ പറയുന്ന 6 കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചർച്ച ചെയ്തു. നമ്മൾ അടുത്ത സർക്യൂട്ടാണ് എടുക്കാൻ പോണത്. അടുത്ത സർക്യൂട്ട് ഏതാണ്? ഇൻഡക്റ്റീവ് സർക്യൂട്ട്. സോ ഒരു പ്യുവർ ഇൻഡക്ടർ, ഒരു കമ്പി ചുറ്റാണെങ്കിൽ എടുക്കാൻ പോവാണ്. ആരെടുക്കാൻ പോവാണ്? ഒരു കമ്പി ചുറ്റ് എടുക്കാൻ പോവാണ്, ഇൻഡക്ടർ എടുക്കാൻ പോവുകയാണ്. മക്കളെ, ഈ ഇൻഡക്ടറിനെ ആണെങ്കിൽ ഞാൻ AC സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ എന്ത് വോൾട്ടേജ് കൊടുക്കാൻ പോവുകയാണ്? ഞാൻ പറഞ്ഞു വോൾട്ടേജ് എല്ലാവർക്കും സെയിം ആണ്. എത്രയാണത്? V0 sin ωt ആണ്. എല്ലാവർക്കും വോൾട്ടേജ് എന്താ മക്കളെ? സെയിം ആണ്. ഇനി കറണ്ടിനെ വലിച്ചെടുക്കുന്ന ആരാണ്? ഈ ഇരിക്കുന്ന എലമെന്റ് ആണ്, ഈ ഇൻഡക്ടർ ആണ്. അവൻ ഇൻഡക്ടൻസ് ഉണ്ട്, അവനാണ് ആരെ വലിച്ചെടുക്കുന്നത്? നമ്മളുടെ കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. സോ സർക്യൂട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വോൾട്ടേജും സർക്യൂട്ട് വലിച്ചെടുക്കുന്നത് ആരാണ്? കറണ്ടുമാണ്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒന്നാമത്തെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. കണ്ടോടാ, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. 2 എന്താണ്? വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതി. സിമ്പിൾ ആയിട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതി. 3 ആരെ കണ്ടുപിടിക്കാൻ പോവുകയാണ്? ഫൈൻ കറണ്ട് ഇക്വേഷൻ, കറണ്ടിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കറണ്ട് വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. നോക്കടാ, നമുക്കറിയാം ഒരു ഇൻഡക്ടറിനകത്ത് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട് അല്ലേ? ഇൻഡക്ടറിൽ എന്തുണ്ട്? സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ ടേംസ്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഇൻഡക്ടർ, ഒരു കമ്പി ചുറ്റാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇവനൊരു സ്വഭാവമുണ്ട്. ഇതിലൂടെയാണെങ്കിൽ കറണ്ട് വരികയാണ്. കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ഇൻ കറണ്ടിനെ ആര് ഒപ്പോസ് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ്, ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ചേഞ്ച് ഇൻ കറണ്ട് കൂടിയോ കുറയോ ഒക്കെ ചെയ്യാം. ഇവിടെ കറണ്ടിന് ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF ആരെ എതിർക്കും? ചേഞ്ച് ഇൻ കറണ്ടിനെ എതിർക്കും. ഇക്വേഷൻ എന്തായിരുന്നു? ഇൻഡ്യൂസ്ഡ് EMF which is equal to -L di/dt. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കറണ്ട്. കറണ്ടിന് ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ്. ഇവിടെ ആര് ചേഞ്ച് ചെയ്യും? കറണ്ടിന്റെ റേറ്റ്. ഓരോ സമയം അനുസരിച്ചും കറണ്ട് മാറുന്നതനുസരിച്ച് ഇവിടെ എന്തുണ്ടാകും മക്കളെ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ചെയ്യും. നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ്? ഒപ്പോസ് ചെയ്യും. ആരെയാണ്? ആ ചേഞ്ച് ഇൻ കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ചെയ്യും. സോ ഈ EMF ആരെ ഒപ്പോസ് ചെയ്യും? നിങ്ങൾ പറഞ്ഞേ, ഇൻഡ്യൂസ്ഡ് EMF ആരെ ഒപ്പോസ് ചെയ്യും? ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. സോ കറണ്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ പാതയാണ്. കാര്യം എന്ത് ചെയ്യും? ഇവിടെ സാധനം ഉണ്ടാവും. എന്താ ഉണ്ടാവണേ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF മൂലം ആര് തടയപ്പെടും? കറണ്ടിനെ തടയപ്പെടും. ഈ കാര്യം മനസ്സിലായോ? സോ ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ, പറഞ്ഞ മക്കളെ, ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ ആ കറണ്ടിന് സുഗമമായി കടന്നു വരാൻ കഴിയില്ല. കാരണം എന്താണ്? കറണ്ട് ഉറപ്പായിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യും. AC ആയതുകൊണ്ട് ഉറപ്പായിട്ടും കറണ്ട് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ, അവന്റെ രൂപം മാറിക്കഴിഞ്ഞാൽ, അവന്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ, അവന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ആര് പ്രത്യക്ഷപ്പെടും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും? ഈ വരുന്ന കറണ്ടിന്റെ റൈസിനെ അല്ലെങ്കിൽ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. സോ കറണ്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ആര് നല്ലതല്ല? ഇൻഡക്ടറിലൂടെ കടന്നു പോകുന്ന അത്ര നല്ലതല്ല. കാരണം എന്ത് ചെയ്യും? ഈ ഇൻഡക്ടർ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. ഈ ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ തടയാൻ നോക്കും. ഓക്കെ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മൾ സെൽഫ് ഇൻഡക്ഷനിൽ കാര്യമെല്ലാം കേട്ടതാണ്. അതേ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നത്. ഈ കാര്യം ഓർത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം പഠിക്കാൻ പോണത്. ഓക്കെ, സോ നമുക്ക് നോക്കാം, പഠിക്കാം. നമുക്ക് ബാക്കി കൊണ്ട് പഠിക്കാം. നമുക്ക് ഇത്രയും കാര്യം നമ്മളെ മനസ്സിലുണ്ട്. ഈ കാര്യം നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ടാണ് ബാക്കി നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, സോ ഫൈൻഡ് കറണ്ടിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇൻഡക്ടറോട് ചോദിക്കും, ഇൻഡക്ടറെ കറണ്ടിന്റെ വാല്യൂ പറഞ്ഞതാടാ, നീ വലിച്ചെടുത്ത കറണ്ടിന്റെ വാല്യൂ പറഞ്ഞതാടാ. കാര്യം ആരാ കറണ്ടിനെ വലിച്ചെടുക്കുന്നേ? നിങ്ങൾ പറയും, സാർ ഇൻഡക്ടർ ആണ് കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. സോ ഇൻഡക്ടറോട് നമ്മൾ ചോദിക്കും, ഇൻഡക്ടറെ നീ വലിച്ചെടുത്ത കറണ്ടിന്റെ വാല്യൂ പറഞ്ഞതാ. അപ്പൊ ഇൻഡക്ടർ പറയും, ഞാൻ വലിച്ചെടുത്ത കറണ്ടിന്റെ വാല്യൂ ഇതാണ്. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കണം. which is equal to -L di/dt. ഇതായിരുന്നു എന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെ കണ്ടുപിടിക്കാം? കറണ്ടിനെ കണ്ടുപിടിക്കാം.
അപ്പൊ ഞാൻ ചോദിക്കും മക്കളെ ഇതെന്താടാ ഇൻഡ്യൂസ് ഡി എം എഫ് അല്ലേ, അത് നമുക്ക് വോൾട്ടേജ് ആയിട്ട് പറഞ്ഞുകൂടെ മക്കളെ, സപ്ലൈ വോൾട്ടേജ് ആയിട്ട് പറഞ്ഞുകൂടെ, എ സി വോൾട്ടേജ് ആയിട്ട് പറഞ്ഞുകൂടെ? സോറി, എ സി വോൾട്ടേജ് എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ വോൾട്ടേജ് എന്ന് പറയാം എന്താണത്, വി എന്ന് പറയാം. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ പറയാം മക്കളെ, മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞുകൂടെ? പറയാം. ഇ എം എഫിന് പകരം നമ്മൾ അവിടെയും പഠിച്ചാണ്, വോൾട്ടേജ് പഠിച്ചിട്ടുണ്ട്. വി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. നമുക്കറിയാം വി എന്ന് പറയുന്നത് എന്താണ്, വി സീറോ സൈൻ ഒമേഗ ടി ആണ്. പിന്നെ മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി ഉണ്ട്. നമുക്ക് ആരെ വേണം, ഡി ഐ വേണം. സോ ഐ ആണ് വേണ്ടുന്നത്. നമുക്ക് ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോകാം. പറഞ്ഞേ ഡി ഐ വിച്ച് ഈസ് ഈക്വൽ ടു, ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുപോകണം. സോ മൈനസ് ബൈ എൽ ഡി ടി ഉണ്ടോ. ഞാൻ ഇതിനെ ഇവിടെ കൊണ്ടുവന്നു, മൈനസ് എല്ലിനെ ഇവിടെ കൊണ്ടുവന്നു. സോ മൈനസ് പി ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. ഇതിനെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു, അപ്പോൾ എന്ത് കിട്ടും, എനിക്ക് ഡി ടി എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ഇനി ഡി ഐ ആണോ എനിക്ക് വേണ്ടുന്നത്? അല്ല, എനിക്ക് ഡി ഐ അല്ല വേണ്ടുന്നത്, ചിഹ്ന കറണ്ട് അല്ല കടന്നു പോകുന്നത്. ഈ ആകെ കറണ്ട് എനിക്ക് വേണം, ടോട്ടൽ കറണ്ട് എനിക്ക് വേണം. ഈ ചെറിയ കറണ്ട് എനിക്ക് വേണോ? വേണ്ട. സോ നിങ്ങൾ പറയും സാർ ആകെ കറണ്ടാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ പറയും മക്കളെ ആകെ കറണ്ട് വേണമെങ്കിൽ പറഞ്ഞേടാ എന്ത് ചെയ്യണം? നിങ്ങൾ പറയും സാർ ഇന്റഗ്രേറ്റ് ചെയ്യണം. കറക്റ്റാ മക്കളെ, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ മൈനസ് വി ബൈ എൽ ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യണം. സിമ്പിൾ അല്ലേടാ? സ്റ്റെപ്പ് എല്ലാം സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞു സ്റ്റെപ്പുകളാണെല്ലാം. വിച്ച് ഈസ് ഈക്വൽ ടു, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? നോക്ക്, ഇവിടെയാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വി സീറോ സൈൻ ഒമേഗ ടി ആണ്. സോ നമുക്ക് വിക്ക് പകരം എന്ത് പറയാം മക്കളെ, മൈനസ് ഇന്റഗ്രൽ വി സീറോ സൈൻ ഒമേഗ ടി. ഇനി എന്തുണ്ട്, ഡി ടി ഉണ്ട്. ഡിവൈഡ് ബൈ ആരുണ്ടടാ, എൽ ഉണ്ട്. സോ മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ എൽ, അതൊരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, പുറത്തു കൊണ്ടുവരാം. നോക്കൂ മക്കളെ, എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കോൺസ്റ്റന്റിനെ വെളിയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. മൈനസ് വി സീറോ ഡിവൈഡ് ബൈ എൽ പുറത്തു കൊണ്ടുപോകും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുകയാണ്. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നേ? സൈൻ, പറഞ്ഞേടാ, ഒമേഗ ടി. ഇനി ആരുണ്ട്, ഡി ടി. സൈൻ ഒമേഗ ടി ഡി ടി. ശരി മക്കളെ, നമ്മൾ ഇനിയാണെങ്കിൽ സൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സൈനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം സൈനെ ഇന്റഗ്രേറ്റ് എന്ത് കിട്ടും നമുക്ക്, മൈനസ് കോസ് കിട്ടും. സൈൻ ഇന്റഗ്രേറ്റ് എന്ത് കിട്ടും, കോസ് കിട്ടും. നമുക്ക് ആ കാര്യം അറിയാം. പക്ഷെ ഇവിടെ വേറെ കുഴപ്പമുണ്ട്. ഇവിടെയാണെങ്കിൽ ടി ആണ്, പക്ഷെ ഇവിടെ ടി അല്ല, ഡി ടി ആണ് കിടക്കുന്നത്. ഇവിടെ ടി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, ടി ആയിരിക്കണം. മനസ്സിലായോ? ഒരു ഭാഗത്ത് ടി ആണെങ്കിൽ ഡി ടിയുടെ ഭാഗത്ത് ടി ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ ഇത് സൈൻ അകത്ത് എന്ത് തന്നെ കാണണം, അതേ ഫംഗ്ഷൻ വേണം. ഇത് ടി ആണെങ്കിൽ ഇവിടെയും ടി വേണം. സോ ഇവിടെ എക്സ്ട്രാ ആര് കിടപ്പുണ്ട്, ഒരു ഒമേഗ കിടപ്പുണ്ട്. മക്കളെ, ഇങ്ങനെ എക്സ്ട്രാ കിടക്കുന്ന ടേമിനെ ഇന്റഗ്രേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. എക്സ്ട്രാ കിടക്കുന്ന ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിഫറൻസിയേഷൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ്ട്രാ കിടക്കുന്ന ടേം നോക്കുക, ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി ടിയുടെ കൂടെ ഇവിടെയും ഇവിടെ ടി ആണെങ്കിൽ ഇവിടെയും ടി ആയിരിക്കണം. ഇവിടെ എക്സ്ട്രാ ആര് കിടപ്പുണ്ട്, ഒരു ഒമേഗ കിടപ്പുണ്ട്. സോ ആ ഒമേഗയെ ഇന്റഗ്രേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, ഡിവൈഡ് ചെയ്യണം. ഇത് ഡിഫറൻസിയേഷൻ ആണെങ്കിലോ എക്സ്ട്രാ കിടക്കുന്ന ഒമേഗ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? സോ അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേടാ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി സീറോ ഡിവൈഡ് ബൈ ആര് വേണം, എല്ലിന്റെ കൂടെ ആര് ഡിവൈഡ് ചെയ്യണം, ഒമേഗ കൂടെ വരും. കണ്ടോ, ഒമേഗയും കൂടെ വരും. ഇനി എന്തുണ്ട്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്ത് കിട്ടും, കോസ് എന്ന് കിട്ടും. കണ്ടോ, കോസ് ഒമേഗ ടി. സോ നമുക്ക് കിട്ടി ഐ വിച്ച് ഈസ് ഈക്വൽ ടു, പറഞ്ഞടാ, ഐ വിച്ച് ഈസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡ് ബൈ എൽ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇനി നോക്കണം, ഇനി ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ പോവാണ്. ഇവിടെ നമുക്കറിയാം ആരാണ് ഈ ഇൻഡക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഈ കറണ്ടിനെ ആര് തടയാൻ നോക്കും? നിങ്ങൾ പറയും സാർ ഇൻഡ്യൂസ് ഡി എം എഫ്. സാർ പഠിപ്പിച്ചാണ് കറണ്ടിനെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഡ്യൂസ് ഡി എം എഫ്, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ഡി എം എഫ് എന്ത് ചെയ്യും, കറണ്ടിനെ തടയും. സോ വോൾട്ടേജും കറണ്ടും നേരത്തെ കൈകോർത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെന്ത് സംഭവിച്ചു, വോൾട്ടേജ് അങ്ങ് പോയി, കറണ്ടിനെ തടഞ്ഞു. ആരാ തടഞ്ഞേ, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ഡി എം എഫ് കറണ്ടിനെ തടയും. സോ വോൾട്ടേജിനാണെങ്കിൽ നമുക്കറിയാം, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി വിച്ച് ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. പക്ഷേ അതേ ഫേസ് ആർക്ക് കിട്ടുകയില്ല, നമുക്ക് ഇവിടെ കിട്ടുകയില്ല.
ഇത് മനസ്സിലാവണമെങ്കിൽ സൈനും ഇവിടെയും സൈൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഇത് എന്ത് ചെയ്യണം, മനസ്സിലാകണമെങ്കിൽ, കമ്പയർ ചെയ്യണമെങ്കിൽ ഈ കോസിന് പകരം എന്താക്കി മാറ്റണം, ഇവിടെ സൈൻ ആക്കി മാറ്റിയാലേ വോൾട്ടേജിനെയും കറണ്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. എങ്കിലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആരാണ് മുന്നേ പോയത്, ആരാണ് പിന്നെ വന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ആരാ മുന്നേ പോകുന്നത്, വോൾട്ടേജിന് മുന്നേ പോകാൻ കഴിയും. പക്ഷെ കറണ്ട് പിന്നിലായി പോയി, കറണ്ടിനെ തടഞ്ഞു. ആര് തടഞ്ഞു? ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് EMF കറണ്ടിനെ തടയും. സോ കൈകോർത്ത് പോയിക്കൊണ്ടിരുന്നതാണ്, ഇവിടെ വോൾട്ടേജും കറണ്ടും കൈകോർത്ത് വന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ആ വോൾട്ടേജ് കടന്നുപോയി, കറണ്ടിനെ ആര് തടഞ്ഞു? ഇൻഡക്ടർ തടഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇൻഡക്ടറിൽ കറണ്ട് തടഞ്ഞതിന്റെ ഫലമായിട്ട് കറണ്ട് കുറച്ച് പിന്നിലായി പോയി. കറണ്ട് ഒഴുകും, കറണ്ട് ഒഴുകാതിരിക്കത്തില്ല, കറണ്ട് ഒഴുകും. ആ തടഞ്ഞെങ്കിലും കറണ്ട് എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഒഴുകും. പക്ഷേ വോൾട്ടേജ് സുഗമമായിട്ട് പോകാൻ പറ്റും, കറണ്ടിന് അതുവഴി സുഗമമായിട്ട് എളുപ്പത്തിൽ അങ്ങനെ പോകാൻ കഴിയത്തില്ല. കറണ്ട് കുറച്ച് പിന്നിലായിരിക്കും, വോൾട്ടേജ് കുറച്ച് മുന്നിലായിരിക്കും. ആരുടെ കേസിൽ? ഇൻഡക്ടറിന്റെ കേസിൽ. ഓക്കെ ആണോ? സോ ഈ കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെയും സൈനെ കൊണ്ടുവരണം. മനസ്സിലായോ? സൈനെ കൊണ്ടുവരണം. പക്ഷെ സൈനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? കോസിൽ നിന്ന് എങ്ങനെയാണ് സൈനെ കൊണ്ടുവരുന്നത്? കാണിച്ചു തരാം. നോക്കൂ മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞുതരാൻ പോവാണ്. എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഈ കോസിനെ എങ്ങനെയാണ് സൈൻ ആക്കി മാറ്റുന്നത്? ആക്ച്വലി ഞാനും എൻ്റെ ഫ്രണ്ടും ശ്രദ്ധിച്ചതാണ്, ഒരു കഥ പറഞ്ഞുതരാൻ പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു കുളക്കരയിൽ നിൽക്കാൻ പോവാണ്. ഇത് കുളക്കരയിലാണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നിൽക്കുകയാണ്. സോ ഞാനാണെങ്കിൽ ഇവിടെ ഒരു കല്ല് ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടു. വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു? ഒരു കല്ലെടുത്താൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെയാണെങ്കിൽ കല്ലെടുത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു വേവ് ഉണ്ടായി. സോ ഞാൻ നോക്കുമ്പോൾ ഒരു വേവ് ഇങ്ങനെ ഒഴുകിപ്പോണു. കണ്ടോ? അതൊരു വേവാണ്. അപ്പം ഞാൻ ആ വേവിനെ പറഞ്ഞു സൈൻ. ഞാൻ പറഞ്ഞു എന്താണ്? സൈൻ. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ അത് നോക്കിക്കൊണ്ടിരുന്നതല്ല. എൻ്റെ കൂട്ടുകാരൻ അത് കണ്ടില്ല. എൻ്റെ കൂട്ടുകാരൻ ഇവിടം തൊട്ടാണ് അത് കാണുന്നത്. സോ ഇത്രയും അവൻ കണ്ടില്ല. കണ്ടോ? ഇത്രയും ഭാഗം അവൻ കണ്ടില്ല. എൻ്റെ കൂട്ടുകാരൻ ഇവിടം തൊട്ടാണ് കാണുന്നത്. അവൻ പറഞ്ഞു ഇത് സൈൻ അല്ല, ഇത് ആരുടെ ഗ്രാഫാണ്? വേണ്ടേ, ഇവിടെ ആണെങ്കിൽ ഞാൻ ഇവിടെ തൊട്ടാണ് കാണുന്നത്. ആദ്യമേ മാക്സിമമായി, പിന്നെ അത് നേരെ 0 ആയി, അങ്ങനെ പോകുന്ന ഗ്രാഫാണ്. സോ ഞാൻ ഇവിടെ തൊട്ടാണ് കണ്ടത്. ഇതെന്താണ്? കോസിൻ്റെ ആണെന്ന് അവൻ പറഞ്ഞ മക്കളെ, ഇത് ആരുടെ ഗ്രാഫാണ്? ആര് പറഞ്ഞാണ് ശരി? നിങ്ങൾ പറഞ്ഞു സാർ രണ്ടുപേരും പറഞ്ഞ ശരിയാണ്. ഓരോ ആൾക്കാർ കാണുന്നതിൻ്റെ എവിടം തൊട്ടാണ് ആ വേവിനെ കണ്ടത്, അവിടെ തൊട്ടാണ് ഫംഗ്ഷൻ പറയുന്നത്. ശരിയാണോ? സോ എവിടം തൊട്ടാണ് ആ വേവിനെ, ഏത് ആംഗിൾ തൊട്ടാണ് നിങ്ങൾ അതിനെ കണ്ടത്, ഏത് ഇനിഷ്യൽ ഫേസ് മുതലാണ് നിങ്ങൾ അതിനെ കണ്ടത്, ഏത് ആംഗിൾ മുതലാണ് നിങ്ങൾ അതിനെ കണ്ടത്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ആര് മാറും? സൈൻ കോസായിട്ട് മാറും, കോസ് സൈനായിട്ട് മാറും. ആക്ച്വലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സൈനും കോസും ഒരേ സാധനം തന്നെയാണ്. പക്ഷേ ആണെങ്കിൽ സൈൻ്റെ കൂടെയാണെങ്കിൽ സൈൻ്റെ കൂടെയാണെങ്കിൽ 90 കുറഞ്ഞാലോ അല്ലെങ്കിൽ 90 കൂടിയാലോ ഫംഗ്ഷൻ എന്ത് ചെയ്യും മക്കളെ? ചേഞ്ച് ചെയ്യും. സോ കോസിൻ്റെ കൂടെയാണെങ്കിൽ ഒരു 90 കുറച്ച് കഴിഞ്ഞാൽ സൈനായിട്ട് മാറും. കോസിൻ്റെ കൂടെയാണെങ്കിൽ ശരിയാണോ? സൈനായിട്ട് മാറും. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു 90 കൂട്ടിയാൽ എന്ത് ചെയ്യും? സൈനായിട്ട് മാറും. സോ ഇവിടെ സൈനെയും കോസിനെയും ആണെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഘടകം ഒരു 90ൻ്റെ വ്യത്യാസമാണ്. ഒരു 90 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ ഒരു 90 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലോ സൈനും കോസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ കഴിയും. ഈ കാര്യം മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു സൈനാണെന്ന് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അത് കോസാണെന്ന് പറഞ്ഞു. കാര്യം അവൻ 90 ഡിഗ്രി കണ്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അവൻ നോക്കിയത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവന് കോസ് തോന്നിയത്. ഇപ്പോൾ ഒരേ കാര്യം തന്നെയാണ്, സൈനും കോസും ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് സൈൻ എന്ന ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ കോസിലേക്ക് മാറ്റാൻ കഴിയും. കോസ് എന്ന ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എങ്ങോട്ടും മാറ്റാൻ കഴിയും? സൈനിലേക്കും കൺവേർട്ട് ചെയ്യാൻ കഴിയും. ശരി, ഞാൻ ഇവിടെ ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കോസിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷൻ കാണും. നമുക്ക് 2 ഓപ്ഷൻ കിട്ടും. ഒന്നാമത്തെ ഓപ്ഷൻ ഒരു 90 ഡിഗ്രി ആഡ് ചെയ്യാം, അപ്പോൾ സൈനെ കിട്ടും. അപ്പോൾ 90 അല്ലെങ്കിൽ π/2 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു π/2 എന്ത് ചെയ്യാൻ വരുന്നു? സബ്ട്രാക്ട് ചെയ്യാം, അപ്പോഴും സൈനെ കിട്ടും. മനസ്സിലായോ? സോ സൈനെ, കോസിൽ നിന്ന് സൈനെ കിട്ടാൻ നമുക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്നിനും എന്ത് ചെയ്യണം? ഒരു π/2 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു π/2 സബ്ട്രാക്ട് ചെയ്യാം. ഇത് രണ്ടായാണെങ്കിലും സംഭവിക്കും, ആ സൈൻ കോസായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, കോസ് ω t എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കോസ് ω t ഇവിടെ എന്ത് ചെയ്യണം? ഒരു π/2 ആഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ എന്ന് കിട്ടും. സോ സൈൻ എന്ന് കിട്ടും. എങ്ങനെയാണ്? ആ ω t എങ്ങനെ എഴുതണം? പ്ലസ് π/2 എന്ന് എഴുതണം. ഇവിടെ നിങ്ങൾക്ക് സൈൻ കിട്ടും. എന്ത് ചെയ്യണം? ω t π/2 മൈനസ് ω t ഇങ്ങനെ പറയാം.
π/2 മൈനസ് ഒമേഗ ടി. തിരിച്ചു പറയാം, ചെയ്യണം π/2 പ്ലസ് ഒമേഗ ടി, അല്ലെങ്കിലോ π/2 മൈനസ് ഒമേഗ ടി. സോ നിങ്ങൾക്ക് കോസിനൂടെ ആണെങ്കിൽ π/2 ആഡ് ചെയ്യുകയോ ഇവിടെ ഒരു π/2 സബ്ട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യും മക്കളെ, നമുക്ക് ആരെ കിട്ടും, ആ സൈനെ കിട്ടും. സോ കോസിനെ സൈനിലേക്ക് മാറ്റാൻ നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഈ കാര്യം മനസ്സിലായോടാ? കോസിനെ സൈനിലേക്ക് മാറ്റാൻ നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് π/2 ആഡ് ചെയ്യാം, രണ്ടാമത്തെ മാർഗം എന്താണ്? ഒരു π/2 സബ്ട്രാക്ട് ചെയ്യാം. ഈ രണ്ട് മാർഗങ്ങൾ നിങ്ങൾ ഏത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സൈനെ കിട്ടും. പക്ഷെ ഇനിയാണെങ്കിൽ ലോജിക് അപ്ലൈ ചെയ്യണം. ലോജിക് എന്താണ്? എനിക്കറിയാം വോൾട്ടേജ് ഇക്വേഷൻ V which is equal to V0 sin ഒമേഗ ടി ആണ്. ഇതാണ് വോൾട്ടേജിന്റെ ഫേസ്. എനിക്ക് ഈ ഫേസിനേക്കാളും കുറവായിരിക്കണം കറണ്ട്. നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലായതാണ് ആര് പിന്നിലാണ്, കറണ്ട് പിന്നിലായിരിക്കും ഉറപ്പായിട്ടും. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ തടയും, അതിന്റെ ഫലമായിട്ട് കറണ്ട് കുറച്ച് പിന്നിലായിരിക്കും, വോൾട്ടേജ് കുറച്ച് മുന്നിലായിരിക്കും. ഈ കാര്യം നമുക്കറിയാം. അപ്പൊ ഈ കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിക്കണമെങ്കിൽ പറഞ്ഞേ, നിങ്ങളാണെങ്കിൽ π/2 കൂട്ടി വെക്കാൻ നോക്കുമോ? ഇത് ഒമേഗ ടി ഉള്ളൂ, ഇത് π/2 കൂട്ടി വെക്കാൻ നോക്കുമോ കറണ്ട് എഴുതുമ്പോൾ, അതോ കുറച്ച് വെക്കാൻ നോക്കുമോ? നിങ്ങൾ പറയും സാർ കുറച്ച് വെക്കാൻ നോക്കും, കാരണം നമുക്കറിയാം ഓൾറെഡി കുറവാണെന്നറിയാം, ഇവൻ കുറച്ച് പിന്നിലാണെന്നറിയാം, നമ്മൾ കൂട്ടി വെക്കാൻ നോക്കുമോ? ഇല്ല. സോ നമ്മൾ എന്ത് മനഃപൂർവ്വം ചൂസ് ചെയ്യും? ഇവരെ നമ്മൾ മനഃപൂർവ്വം ചൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നേ? ചൂസ് ചെയ്യുന്നേ? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ആ കറണ്ട് കുറച്ച് പിന്നിലായിരിക്കും, നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. I which is equal to minus V0 divided by L omega. ആ മനഃപൂർവ്വം സൈനെ ഈ കോസിനെ സൈനിലേക്ക് മാറ്റാൻ നോക്കുകയാണ്. എന്ത് ചെയ്യും മക്കളെ? ആ സൈനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഇത് ചൂസ് ചെയ്യത്തില്ല, ഇത് ചൂസ് ചെയ്യും. കാരണം എന്താണ്? നമുക്കറിയാം ഇവിടെ കറണ്ട് എന്താണ്, ലാഗ് ചെയ്യുന്നുണ്ട്, കറണ്ട് പിന്നിലാവുന്നുണ്ട്, നമുക്ക് മനസ്സിലായി. സോ ദ വോൾട്ടേജ് ആണ് ഡിവൈഡ് ബൈ എന്തോ വിച്ച് ഈസ് ഈക്വൽ ടു കറണ്ട്. അതെന്താടാ? വോൾട്ടേജ് നമുക്ക് ഈ മൈനസ് അകത്തേക്ക് കൊണ്ടുപോകാം. ഈ മൈനസ് വേണമെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകാം. പറഞ്ഞേ, V0 സൈൻ ഈ മൈനസ് അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒമേഗ ടി മൈനസ് π/2 എന്ന് വരും. സോ ഡിവൈഡ് ബൈ എന്തുണ്ട്? L ഒമേഗ. സോ വോൾട്ടേജ് ആണ് ഡിവൈഡ് ബൈ എന്തോ ഉണ്ടോ, നമുക്ക് അറിയത്തില്ല, L ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട്. സാധാരണ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് കറണ്ട് ആണ്. സോ ഇത് ആക്ച്വലി എന്തായിരിക്കണം? റെസിസ്റ്റൻസ് ആയിരിക്കണം. എന്തായിരിക്കണം? റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസ് ആയിരിക്കണം. ശരിയാണോ? സോ റെസിസ്റ്റൻസ് ദാറ്റ് വിച്ച് ഓഫേർഡ് ബൈ ആരാണ്? എ പ്യുവർ ഇൻഡക്ടർ ഇൻ AC സർക്യൂട്ട്. ഇൻഡക്ടറിൽ AC കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ്, ഇതിന് മറ്റൊരു പേരുണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. സോ എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്? സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ദാറ്റ് ആൻ ഇൻഡക്ടർ ഓഫർ ഇൻ AC സർക്യൂട്ട്. എഴുതി വെച്ചോ മക്കളെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ദ റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ L ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ യൂണിറ്റ് പറഞ്ഞു തന്നെ, അതിന്റെ യൂണിറ്റ് ഓം ആണ്. യൂണിറ്റ് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ദാറ്റ് ആൻ ഇൻഡക്ടർ ഓഫർ ഇൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിൽ ഇൻഡക്ടറിന് ഓഫർ ചെയ്യാൻ കഴിയുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. സോ ഇത് റെസിസ്റ്റൻസ് ആണ്. L ഒമേഗ എന്ന് പറയുന്നത് എന്താണിത്? റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്താടാ? നിങ്ങൾ പറയും സാർ മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് മാക്സിമം കറണ്ട് ആണ്. സോ അങ്ങനെ പറയാം, ഇക്വേഷൻ മാറ്റി എഴുതി കൂടെ, I which is equal to ഇവിടെ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്താണ്? I0. ഇവിടെ എന്തുണ്ട്? സൈൻ. ബാക്കി പറഞ്ഞു തന്നെ, ബാക്കി ഇമ്പോർട്ടന്റ് ആണ്. ഒമേഗ ടി മൈനസ് π/2. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? പിന്നിലായി പോയി. നമുക്കറിയാം കറണ്ട് ഇൻഡ്യൂസ് EMFന്റെ ഫലമായിട്ട് പിന്നിലായിരിക്കും, വോൾട്ടേജ് മുന്നേ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഓക്കെ ആണോ? സോ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ വോൾട്ടേജ് ഇക്വേഷൻ കിട്ടി, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. നോക്കടാ, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു, വോൾട്ടേജ് ഇക്വേഷൻ എഴുതി, കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ ആണോ?
സോ കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത് നോക്കി, വളരെ സിമ്പിളാണ്. കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത് നോക്കടാ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? വളരെ സിമ്പിൾ സ്റ്റെപ്പിലെടുത്ത് നോക്ക്, എഴുതിയത്. നമുക്കറിയാം v which is equal to minus L di/dt. അതിൽ നിന്നും I കണ്ടുപിടിച്ചു, അതിനകത്ത് വിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു, നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ആരെ കിട്ടി? കറണ്ടിനെ കിട്ടി. സോ കറണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? സൈൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കാര്യം ഓർത്തിരിക്കണം. എന്താണ്? സൈൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ കാരണം സർ കോസിനെ സൈനിലേക്ക് മാറ്റാൻ നമ്മുടെ കയ്യിൽ 2 മാർഗങ്ങളുണ്ട്. കോസിനെ സൈൻ്റെ ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് 2 മാർഗങ്ങളുണ്ട്. ഇതൊക്കെയാണ്. ഫസ്റ്റ് മാർഗം എന്താണ്? ഒന്ന് π/2 ആഡ് ചെയ്യാം, അപ്പോൾ സൈൻ കിട്ടും. സോ ഇതിൻ്റെ കൂടെ π/2 ആഡ് ചെയ്യുമ്പോൾ സൈൻ കിട്ടും. ഇതിലൂടെ π/2 സബ്ട്രാക്ട് ചെയ്യും, അപ്പോഴും എന്ത് കിട്ടും? π/2 നിന്ന് സബ്ട്രാക്ട് ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ കിട്ടും. സോ ഇവിടെയാണെങ്കിൽ ഒരു ഇനിഷ്യൽ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ കൂട്ടുകാരൻ കണ്ട കാര്യം കൂടെ അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈനെ കിട്ടും. അപ്പോൾ കാര്യം മനസ്സിലായോ? സോ എനിക്കാണെങ്കിൽ ഈ കോസിനെ സൈനിലേക്ക് മാറ്റാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് π/2 സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ π/2 ആഡ് ചെയ്യാം. ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്ന മാർഗമാണ് സെലക്ട് ചെയ്യുന്നത്, മനഃപൂർവ്വം സെലക്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ പിന്നിലാണെന്ന് അറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നത്? സോ ഞാൻ മനഃപൂർവ്വം ഇതിനെ സെലക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്ക് കിട്ടി ആ ω_t - π/2. ഈ മൈനസ് അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. കണ്ടോ, മൈനസ് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തലതിരിഞ്ഞ് വരും, ω_t - π/2 എന്ന് കിട്ടും. ഇനിയാണെങ്കിൽ എന്താണിത്? റെസിസ്റ്റൻസ് ആണ്. ഇൻഡക്ടർ ഓഫറിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ നമുക്ക് കിട്ടി I which is equal to I0. ഇത് I0 ആയി മാറി. പിന്നെ ആരാണ്? സൈൻ ω_t - π/2. ഓക്കെ ആണോ മക്കളെ? സോ നമുക്ക് ഇതിൽ നിന്നും മറ്റൊരു കാര്യം മനസ്സിലായി. സിമ്പിളായിട്ട് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. എന്താണ് നമുക്ക് മനസ്സിലായ കാര്യം? എന്താണ്? മാറ്റിയെഴുതാം. നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഒന്ന്, ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ. നോക്ക്, എക്സൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണ്? L⍵ എന്താണ്? നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്ക് ചെല്ലപ്പേൽ എക്സൽ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എക്സൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ ടു ഫ്ലോ ഓഫ് ആൾട്ടർനേറ്റീവ് കറണ്ട് AC ഇൻ ആൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതായത് ഇങ്ങനെ പറഞ്ഞാലും മതി, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ദാറ്റ് ആൻ ഇൻഡക്ടർ ഓഫർ ഇൻ AC സർക്യൂട്ട്. ഇൻഡക്ടറിന് AC സർക്യൂട്ട് കൊടുക്കാൻ കഴിയുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് XL, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? L⍵. മക്കളെ ഈ ω എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2πf ആണ്. സോ നമുക്ക് ഇങ്ങനെയും പറയാം, L/2πf എന്നും പറയാം. എന്താണ്? ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ പറഞ്ഞു തന്നേ. ഇവിടെയാണെങ്കിൽ ഇൻഡക്ടർ ഉണ്ട്, L ആണ് അതിൻ്റെ വാല്യൂ. ഇവിടെയാണെങ്കിൽ ഞാൻ AC കൊടുക്കാൻ പോവുകയാണ്. ഒരു 100 വോൾട്ട് 50 ഹെർട്സ് കൊടുത്തു. ഇവിടെ ഒരു ബൾബുണ്ട്, ഇത് B1 എന്ന ബൾബാണ്. ഇവിടെ വേറൊരു ഇൻഡക്ടർ ഉണ്ട്, സെയിം ഇൻഡക്റ്റൻസ് ആണ്, L ആണ്. ഞാൻ ഇവിടെ കൊടുക്കുന്നു സെയിം വോൾട്ടേജ്, 100 വോൾട്ടേജ് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ കൊടുക്കുന്ന ഫ്രീക്വൻസിയാണ് 20 ഹെർട്സ്. ഫ്രീക്വൻസി കുറച്ച് കൊടുത്തു. സെയിം ബൾബ് വെച്ചു, ഇവിടെ B2 എന്ന ബൾബ് വെച്ചു. പറഞ്ഞു മക്കളെ, ഏത് ബൾബാണ് കൂടുതൽ പ്രകാശിക്കുന്നത്? ബ്രൈറ്റ്നസ് ഏത് ബൾബിൻ്റെയാണ് കൂടുതൽ? നിങ്ങൾ പറയും സർ സിമ്പിൾ. ഇവിടെയാണെങ്കിൽ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് നോക്ക്, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടും. സോ ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണ്. അതിന്റെ ഫലമായിട്ട് ഇവന്റെ റെസിസ്റ്റൻസ് ആയ XL കൂടുതലായിരിക്കും ഇല്ലേ? XL ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ചെല്ലപ്പേരെന്താണ്? XL എന്നാണ്. സോ XL ഇവന്റെ റെസിസ്റ്റൻസ് ആയ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലായിരിക്കും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ ഇവൻ കൂടുതൽ വോൾട്ടേജ് എന്ത് ചെയ്യും മക്കളെ? നഷ്ടപ്പെടുത്തും. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്, കുറച്ച് കറണ്ട് മാത്രമേ ഇങ്ങോട്ട് പോവുകയുള്ളൂ. പ്രകാശം കുറവായിരിക്കും, ബ്രൈറ്റ്നസ് കുറവായിരിക്കും. പക്ഷെ ഇവിടെയാണെങ്കിൽ ഫ്രീക്വൻസി കുറവാണ്. സോ അതിന്റെ മീനിങ് എന്താണ്? XL കുറവായിരിക്കും. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ XL കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവാണ്, കൂടുതൽ കറണ്ട് കടന്നു പോകും. വലിയ കറണ്ട് കടന്നു പോകും. മനസ്സിലാവുന്നുണ്ടോ? വലിയ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇവൻ എന്ത് ചെയ്യും? നല്ല ബ്രൈറ്റ്നസ് എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. സോ വലിയ ബ്രൈറ്റ്നസ്സിൽ എന്ത് ചെയ്യും മക്കളെ? ഇത് കത്തും. ഓക്കെ ആണോ? സോ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ആര് മാറും? ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് മാറും.
ഈ കാര്യം മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ കോൺസെപ്റ്റ്. ശരി, നോക്കൂ മക്കളെ, അടുത്ത കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. സോ ഒരു ഇൻഡക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ടറിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചായിരുന്നു? സർക്യൂട്ട് ഡയഗ്രാം പഠിച്ചു. ഒന്നാമത്തെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സർക്യൂട്ട് ഡയഗ്രാം. പറഞ്ഞ ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് നമ്മൾ സിമ്പിൾ സാർ ഇതാണ് ഇൻഡക്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. വലിച്ചെടുത്ത കറണ്ട് I ആണ്. കൊടുത്ത വോൾട്ടേജ് V which is equal to V0 sin omega t ആണ്. ഓക്കെ ആണോ? ശരി. ഇൻഡക്ടർ റെസിസ്റ്റൻസ് എത്രയാണ്? XL ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്. ഇത്രയും കാര്യം മനസ്സിലായോ? ശരി. ഇനി കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? I which is equal to I0 sin omega t minus pi by 2. സോ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നിലാണ്. എത്ര പിന്നിലാണ്? 90 ഡിഗ്രി. പൈ ബൈ 2 എന്താണ്? പിന്നിലാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞൂടെ? കറണ്ട് ലാഗ് ബൈ പൈ ബൈ 2 ഫേസ്. അല്ലെ ഇങ്ങനെയും പറയാം, വോൾട്ടേജ് മുന്നിലെന്നും പറഞ്ഞൂടെ? വോൾട്ടേജ് ലീഡ് ബൈ പൈ ബൈ 2 ഫേസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ, ഫേസ്. വോൾട്ടേജ് പൈ ബൈ 2 മുന്നിലാന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് പൈ ബൈ 2 പിന്നിലാന്നും പറയാം. ഓക്കെ ആണോ? സോ ഇവിടെ ആരാണ്, ഏത് സൂചിയാണ് മുന്നേ പോകുന്നത്? നമുക്കറിയാം 2 സൂചികളുണ്ട്, ഫേസർ ഉണ്ട് അല്ലേ? ഫേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേറ്റിംഗ് വെക്ടർ ആണ് ഫേസർ എന്ന് പറയാം. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള വീട്ടിൽ പഠിച്ചതാണ് എന്താണ് ഫേസർ എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു വന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഫേസർ എന്നറിയാം. റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടറാണ്. ശരിയാണോ? സോ ഇവിടുത്തെ ഫേസറിൽ ആരാണ് മുന്നേ പോണത്? നിങ്ങൾ പറയും സാർ വോൾട്ടേജ് മുന്നേ പോകും, വോൾട്ടേജ് വലിയ സൂചി മുന്നേ പോകും, വോൾട്ടേജ് മുന്നേ പോകും. ചിഹ്ന സൂചി കറണ്ട് എന്തായിരിക്കും? പിന്നിലായിരിക്കും. ഇത് കറങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. സോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര് മുന്നിലാണ്? വോൾട്ടേജ് മുന്നിലും കറണ്ട് എന്തിലാണ്? പിന്നിലാണ്. ഇങ്ങനെ കറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? വോൾട്ടേജ് മുന്നിലാണ്, കറണ്ട് പിന്നിലാണ്. ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ എത്രയാണ്? ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫൈന്റെ വാല്യൂ എത്രയാടാ? നിങ്ങൾ പറയും സാർ പൈ ബൈ 2 ആണ് ഫേസ് ഡിഫറൻസ് അല്ലേ? പൈ ബൈ 2 90 ഡിഗ്രി ആണ്. നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്ന് എത്ര കുറവാണ്? പൈ ബൈ 2 കുറവാണ്. സോ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഇതിനേക്കാളും പൈ ബൈ 2 കുറവാണ്. സോ ഡിഫറൻസ് പൈ ബൈ 2 ആണ്. സോ ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ബൈ 2 ആണ്. സോ വോൾട്ടേജിന്റെ ഫേസറും കറണ്ടിന്റെ ഫേസറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? പൈ ബൈ 2 ആണ്. ഫേസ് ഡിഫറൻസ് ആണ് അത് പൈ ബൈ 2 ആണ്. പല രീതിയിലും പറയാം ഈ കാര്യം. ഓക്കെ ആണോ? ശരി, നോക്കൂ മക്കളെ, ഇവിടെ നമ്മൾക്കാണെങ്കിൽ നമ്മുടെ NCERT ടെക്സ്റ്റിലാണെങ്കിൽ ഫേസ് ഡയഗ്രാം വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വരച്ച് നോക്കാം. ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. മാറ്റി വരച്ചു തരാം. ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിയിരിക്കണേ, വോൾട്ടേജ് ഇതാണ്. വോൾട്ടേജ് എക്സ് ആക്സിസിൽ നിന്നും എത്ര ആംഗിൾ മാറി നിൽക്കുന്നേ? ഇത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിൽ നിന്നും വോൾട്ടേജ് മാറ്റി വരച്ചു തരാം. എത്ര ആംഗിൾ മാറി നിൽക്കുന്നേ? പൈ ബൈ ഒമേഗ ടി. കാര്യം വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്? V which is equal to V0 sin omega t എന്നാണ്. ആംഗിൾ എത്രയാണ് മക്കളെ? ഒമേഗ ടി ആണ് ആംഗിൾ. ഉണ്ടോ? എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഒമേഗ ടി ആണ്. ഇനിയാണെങ്കിൽ കറണ്ടിന്റെ ഫേസിൽ വരയ്ക്കാൻ പോവാണ്. കറണ്ട് വരയ്ക്കാൻ പോവാണ്. കറണ്ട്. സോ കറണ്ട് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. ഇവയ്ക്ക് ഇടയുള്ള ആംഗിൾ എത്രയാണ്? പൈ ബൈ 2. സോ കറണ്ട് ഇക്വേഷൻ ചെയ്തേ. കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടിന്റെ കൂടെ എത്ര കുറയണം? പൈ ബൈ 2 കുറയണം. സോ ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? ഒമേഗ 2 ആണ് ഇല്ലേ? ഒമേഗ ടി ആണ്. എത്രയാണ്? ഒമേഗ ടി ആണ്. അതിൽ നിന്ന് 90 കുറയുമ്പോൾ എത്ര കിട്ടും? ഇത് കിട്ടത്തില്ലേ മക്കളെ? ഇത് കിട്ടും. സോ കറണ്ട് കിട്ടും. ഇത് കറണ്ടാണ്. കറണ്ട് വിച്ച് ഈസ് ഈക്വൽ എങ്ങനെയാണ്? ആംഗിൾ പറഞ്ഞു തന്നേ. ആംഗിൾ എത്രയാണ്? ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. ഉണ്ടോ? പൈ ബൈ 2 കുറവാണ്. ഇവയ്ക്ക് ഇടയിൽ എത്ര ആംഗിൾ എത്രയുണ്ട്? 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 2 ഉണ്ട്. സോ വോൾട്ടേജ് വലുതും കറണ്ട് ചെറുതുമാണ്. വോൾട്ടേജ് ഇങ്ങനെ മുന്നേ പോവുകയാണ്, കറണ്ട് പിന്നിലെ വരികയാണ്. ഇവയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? സോ ഇതാണ് പൈ ബൈ 2. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം. സോ ഫേസർ ഡയഗ്രാം മനസ്സിലായി മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ, ലോജിക്കലാണ്. ഓക്കെ ആണോ? ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ.
ഇനി എന്തുകൊണ്ടാണ് കറണ്ട് പിന്നിലായി പോയത്? വെൻ എ സി വോൾട്ടേജ് അപ്ലൈ ഇൻ ആൻ ഇൻഡക്ടർ അല്ലെങ്കിൽ ദ ഇൻഡക്ടർ ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് കാര്യം. എന്താണ്? ആ ഇൻഡക്ടർ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ആര് മൂലം? ലെൻസസ് ലോ മൂലമാണെങ്കിൽ, സെൽഫ് ഇൻഡക്ഷൻ മൂലമാണെങ്കിൽ, ആ ഇ എം എഫ് മൂലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ റൈസ് ഇൻ കറണ്ടിനെ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് കറണ്ട് പിന്നിലായി പോകും. സോ കറണ്ട് പിന്നിലല്ലേടാ, കറണ്ട് പിന്നിലാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ ഇവിടെ നമ്മൾ എന്തൊക്കെയായിരുന്നു കേൾക്കേണ്ടത്? ഒരു സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പ്രധാന കാരണം എന്തൊക്കെയായിരുന്നു? ഒന്ന്, സർക്യൂട്ട് ഡയഗ്രാം പഠിച്ചില്ലേ? വോൾട്ടേജ് ഇക്വേഷൻ പഠിച്ചില്ലേ? V which is equal to V0 sin omega t. കറണ്ട് ഇക്വേഷൻ പഠിച്ചു. I which is equal to I0 sin omega t minus pi by 2. ഫേസ് ഡിഫറൻസ് പഠിച്ചു. എത്രയാണ്? പൈ ബൈ 2 ആണ് ഫേസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു. ഇനി ആരാണ്? ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്? നമുക്ക് ഗ്രാഫ് ഇവിടെ തന്നെ വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഇവിടെയാണ് ഞാൻ 2 ഗ്രാഫ് ആദ്യം വരച്ച് കാണിച്ചു തരാൻ പോവാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കോസിന്റെ ഗ്രാഫ്. ഇതിന്റെ ഗ്രാഫാണ് കോസ് ഗ്രാഫ്. ഈ ഗ്രാഫാണ് സൈൻ്റെ ഗ്രാഫ്. ആദ്യം നമുക്ക് ഈ 2 ഗ്രാഫിന്റെ ഷേപ്പ് മനസ്സിലാവണം. സോ കോസിന്റെ ഗ്രാഫും ഉണ്ട്, സൈൻ്റെ ഗ്രാഫും ഉണ്ട്. കോസിന്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവത്തില്ല മക്കളെ. ഇത് കോസിന്റെ ഗ്രാഫാണ്, ഇതെന്താണ്? സൈൻ്റെ ഗ്രാഫാണ്. ഇനി നോക്ക്, ഇവിടെ ആദ്യം മുന്നേ പോയത് ആരാണ്? കോസ് ആണോ സൈൻ ആണോ? നിങ്ങൾ പറയും സർ കോസ് ആണ്. ആദ്യം മാക്സിമം ആവുന്ന ആരാണ്? കോസ് ആണ്. ഈ കോസ് മാക്സിമം ആയിട്ട് എത്ര ഡിഗ്രി കഴിയുമ്പോഴാണ്? പൈ ബൈ 2 90 ഡിഗ്രി കഴിയുമ്പോഴാണ് ആര് മാക്സിമം ആവുന്നത്? നമ്മുടെ സൈൻ മാക്സിമം ആവുന്നത്. സോ മുന്നേ പോയത് ആരാണ്? കോസ് ആണ്. പിന്നെ വന്നത് ആരാണ്? സൈൻ ആണ്. ഓർത്തിരിക്കണം, മുന്നേ പോയത് ആരാണ്? കോസ് ആണ്. പിന്നെ വന്നത് ആരാണ്? സൈൻ ആണ്. സോ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. കോസ് സൈൻ 2 ഗ്രാഫുകളുണ്ട്. അതിലാണെങ്കിൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുന്നേ പോകുന്നതാണ്. കണ്ടോ? സൈനേക്കാളും പൈ ബൈ 2 മുന്നേ പോകുന്നവനാണ് കോസ്. മനസ്സിലാവുന്നുണ്ടോ? അനി പിന്നെ വന്നത് ആരാണ്? സൈൻ ആണ്. അപ്പോൾ കോസ് മുന്നേ പോയി, പൈ ബൈ 2 മുന്നേ പോയി. കറണ്ട് നമ്മുടെ സൈൻ ആണെങ്കിൽ പൈ ബൈ 2 ബാക്കിൽ പോയി. ശരി, അങ്ങനെയെങ്കിൽ ഈ കേസിൽ നമ്മുടെ ഈ പ്യുവർ ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ, പ്യുവർ ഇൻഡക്ടറിന്റെ എ സിന്റെ കേസിലാണെങ്കിൽ ആരാണ് മുന്നേ സഞ്ചരിച്ചത്? ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. പറഞ്ഞോടാ മക്കളെ, ആരാണ് മുന്നേ സഞ്ചരിച്ചത്? നിങ്ങൾ പറയും സാർ മുന്നേ സഞ്ചരിച്ചത് ആരാണ്? വോൾട്ടേജ് ആണ്. സോ മുന്നേ സഞ്ചരിച്ചതിന്റെ കോസ് വരയ്ക്കണം. ശ്രദ്ധിക്കണേ, മുന്നേ ആരാണോ സഞ്ചരിച്ചത് അവന്റെ കോസ് ഗ്രാഫ് വരയ്ക്കണം. നിങ്ങൾ പറയും സാർ സിമ്പിൾ, കോസ് ഗ്രാഫ് ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. ഇതാണ് കോസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ശരിയാണോ? ഇതാണ് കോസ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ മുന്നേ ആരാണ്? വോൾട്ടേജ് ആണ് സഞ്ചരിച്ചത്. ഞങ്ങൾ വോൾട്ടേജിന്റെ കോസിന്റെ ഗ്രാഫ് വരച്ചു. ഞാൻ പറഞ്ഞു സിമ്പിൾ മക്കളെ. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ, കീ പോയിന്റുകളെ മാർക്ക് ചെയ്യാം. ഇതൊരു പോയിന്റ് ആണ്, കീ പോയിന്റ് ആണ്. 0 ആയി. നെഗറ്റീവ് മാക്സിമം. കീ പോയിന്റുകൾ ഒരു ഗ്രാഫിലെ സൈൻ്റെ കോസിൻ്റെ കീ പോയിന്റുകൾ എന്താണ്? അവരെവിടേക്കാണ് മാക്സിമം ആവുന്നത്, മിനിമം ആവുന്നത് ആണ് കീ പോയിന്റുകൾ എന്ന് പറയുന്നത്. നമുക്കതിനെ മാർക്ക് ചെയ്യണം. സിമ്പിൾ അല്ലേ? ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലേ? മുന്നേ പോയതാരാണോ, എഴുതി വെച്ചോണം. മുന്നേ പോയതാരാണോ അവൻ്റെ എന്ത് വരയ്ക്കണം? കോസ് ഗ്രാഫ് വരയ്ക്കണം. മുന്നേ ഇവിടെ ആരാണ് പോകുന്നത്? നമുക്കറിയാം വോൾട്ടേജ് മുന്നേ പോയി, കറണ്ട് പിന്നിലാണ്. അപ്പോൾ മുന്നേ പോയിൻ്റെ കോസ് ഗ്രാഫ് വരയ്ക്കണം. മുന്നേ പോയവൻ്റെ കോസ് ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് മനസ്സിലായോ? കോസ് വരയ്ക്കണം. കണ്ടോ? ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കോസ് ഗ്രാഫ് വരച്ച് ഞാൻ പറയും ഇത് വോൾട്ടേജിൻ്റെ ആണെന്ന് പറഞ്ഞു. ഇനി പിന്നെ പോയതിന് വരയ്ക്കണം. പിന്നെ പോയതിന് എന്ത് ചെയ്യണം? വരയ്ക്കാൻ പോവാണ്. സോ പിന്നെ ആരാ പോയത്? കറണ്ടാ പോയത്. വോൾട്ടേജിനേക്കാളും കുറച്ച് കുറവാണ് കറണ്ട് എന്ന് പറയുന്നത്. ശരിയാണോ? നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. വോൾട്ടേജിനേക്കാൾ എപ്പോഴും കുറച്ച് കുറവായിരിക്കും കറണ്ട്. പഠിച്ചതല്ലേ കഴിഞ്ഞ വീഡിയോയിൽ? വോൾട്ടേജിൻ്റെ വാല്യൂവിനേക്കാളും കുറച്ച് കുറവായിരിക്കും കറണ്ടിൻ്റെ വാല്യൂ. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞ് വോൾട്ടേജ് വരച്ചു കഴിഞ്ഞ് മുന്നേ പോയിന്റ് കോസ് ഗ്രാഫ് വരച്ചു. പിന്നെ വന്നവന്റെ എന്ത് ഗ്രാഫ് വരയ്ക്കണം? നിങ്ങൾ പറയും സൈൻ ഗ്രാഫ് വരയ്ക്കണം. സോ സൈൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നോക്കിയിരിക്കടാ, സൈൻ ഗ്രാഫ് വരയ്ക്കാം. കണ്ടോ? ഈ കീ പോയിന്റ് വരച്ചതിന്റെ ഗുണം മനസ്സിലായോ? വരയ്ക്കാൻ എളുപ്പമാണ്. ഇതെന്താണ്? IC. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. മുന്നേ പോയവന്റെ കോസ് ഗ്രാഫ് വരയ്ക്കണം, പിന്നെ വന്നവന്റെ സൈൻ ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് ആരെ കിട്ടി? നമുക്ക് ഗ്രാഫ് മനസ്സിലായി.
സിമ്പിൾ അല്ലേ? നമുക്ക് 0 ഫുൾ ടൈം പീരീഡിനെ ടി എന്ന് പറയും. അതിന് നേരെ പകുതി T/2 ആണ്, അതിന്റെ പകുതി T/4 ആണ്. സോ 4, അര, മുക്കാൽ 3T/4. സോ സിമ്പിൾ. എല്ലാം കഴിഞ്ഞു. ഗ്രാഫ് വരച്ച മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഇതെല്ലാം പഠിച്ചു. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്യുവർ ഇൻഡക്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം മനസ്സിലായി, വോൾട്ടേജ് ഇക്വേഷൻ മനസ്സിലായി, കറണ്ട് ഇക്വേഷൻ മനസ്സിലായി, ഫേസ് ഡിഫറൻസ് മനസ്സിലായി, ഫേസ് ഡയഗ്രാം മനസ്സിലായി, ഗ്രാഫ് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ഇത് പ്രാക്ടീസ് ചെയ്യണം. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ എല്ലാം ഭംഗിയായിട്ട് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പ്രാക്ടീസ് ചെയ്യണം. സ്വന്തമായിട്ട് എഴുതി വരച്ച് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ബ്യൂട്ടി അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഓടിച്ച് പറഞ്ഞു മക്കളെ, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ടെന്ന് ഓടിച്ച് പറഞ്ഞു തന്നെ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം, ഇൻഡക്ടർ സർക്യൂട്ട് ഡയഗ്രാം. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. വോൾട്ടേജ് ഇക്വേഷൻ V0 sin ωt. കറണ്ട് ഇക്വേഷൻ I which is equal to I0 sin ωt minus π/2. ഓക്കെ ആണോ? അടുത്തത് നമ്മളുടെ അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് പറയാം. റെസിസ്റ്റൻസ് XL ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? L ω which is equal to 2πf. ഓക്കെ, അടുത്തെന്താണ്? അടുത്തത് ഫേസ് ഡിഫറൻസ് എത്രയാണത്? π/2 ആണ്. ഫേസർ ഡയഗ്രാം വോൾട്ടേജ് ഇങ്ങനെ, കറണ്ട് ഇങ്ങനെ. ഇതെങ്ങനെയും വരയ്ക്കാം. ഇത് ശരിയാണോ? ഇത് ശരിയാണ്. വോൾട്ടേജ് ഇങ്ങനെ, കറണ്ട് ഇങ്ങനെ വരച്ചുകൂടെ? ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും വരയ്ക്കാം. വോൾട്ടേജ് ഇങ്ങനെ, കറണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും വരയ്ക്കാം, ഏത് രീതിയിലും വരയ്ക്കാം. സോ നമ്മൾ ഇൻസൈഡ് ടെക്സ്റ്റിൽ കാണിച്ചേക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോമാറ്റ് കാണിച്ചേക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. സോ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ പറഞ്ഞേ ωt ആണ്. സോ എക്സ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണത്? ωt ആണ്. അടുത്തത് കറണ്ടിന്റെ ആംഗിൾ എത്രയാണ്? ωt എത്ര കുറയണം? π/2 കുറയണം. സോ കറണ്ടിന്റെ ആംഗിൾ എത്രയാണ്? ωt മൈനസ് π/2. ഇത് ഫുൾ ωt, ഇത് ωt മൈനസ് π/2. എത്രയായിരിക്കും? ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? π/2 ആയിരിക്കും. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ് പഠിക്കാനുള്ളത്? ഇനി ഗ്രാഫാണ് പഠിക്കാനുള്ളത്. മുന്നേ പോയവന്റെ കോസ് ഗ്രാഫ്, പിന്നെ വന്നവന്റെ സൈൻ ഗ്രാഫ്. കീ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ പ്രശ്നമാണ്. പിന്നെ വന്നവന്റെ എന്താണ്? സൈൻ ഗ്രാഫ്. സിമ്പിൾ. സോ സിമ്പിൾ. സോ ഇതൊക്കെയാണെങ്കിൽ നമുക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്ത് കാര്യം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി നോട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.